ஹாய் ஃப்ரெண்ட்ஸ், இன்றைக்கி நம்ம என்ன பார்க்க போகிறோம்னா, இந்த நாட்டுக்கு 3 செக்ஷன் என் தம்பி காட்டியிருப்பார். அதில் ஒரு செக்ஷனில் எல்லாம் ப்ரீட் பண்ணுறவங்க ஒரு ஃபீமேல் கப்பீஸ் இருக்கும். அதில் இன்றைக்கி உடம்பு சரியில்லாமல் உயிர் போராடிட்டு இருக்கு. அது இன்றைக்கி நம்ம எப்படி ரெஸ்க்யூ பண்ண போகிறோம்னா என் തമ്പി കാട്ട പോകാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടുത്തെ ഒരു മീനാണ് ഇങ്ങനെ മരിക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും കുട്ടിയൊക്കെ തരുന്ന ഒരു മീനാണ്. അപ്പോൾ അതിനെ എങ്ങനെയും രക്ഷപ്പെടുത്തി എടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അതിനാദ്യം ആ പാത്രത്തിൽ നിന്ന് തനിച്ചിടാം ഫ്രണ്ട്സ്. അപ്പോൾ ആ മീനിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ബക്കറ്റും ഒരു ചെറിയ പാത്രവും വേണം. ആദ്യം നമുക്ക് ആ മീൻ അടക്കുന്ന ടാങ്കിൽ നിന്ന് ആ മീനിൻ്റെ വെള്ളം കുറച്ച് എടുക്കണം. അല്ലെങ്കിൽ മീനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മീന് കുറച്ചും കൂടെ സ്ട്രെസ് അടിക്കും വേറെ വെള്ളമായ. അതിനുശേഷം ആ മീനിനെയും ആ മീനിൻ്റെ ടാങ്കിലുള്ള വെള്ളമായിട്ട് എടുക്കണം. അടുത്ത് നമുക്കിത് ഇങ്ങനെ വച്ച് കൊടുക്കാം. അതിനുശേഷം കല്ലുപ്പ് വേണം. കല്ലുപ്പ് എപ്പോഴും ഫിഷ് ഫാമിൽ വേണം. അപ്പോൾ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ടാങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ടാങ്കിലും കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിന് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കണം. കുറച്ചൊന്ന് ഇത്ര ഇട്ട് കൊടുത്താൽ മതി, ഇത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മളിത് കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ അത് വേണേൽ തിന്നോളും. അപ്പോൾ നമുക്കിനി ഈ കല്ലുപ്പ് ഡൈജസ്റ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. പിന്നെ ആ സമയം തന്നെ ഇതിനകത്തുള്ള കല്ലുപ്പും ഡൈജസ്റ്റ് ആയി പൊയ്ക്കോളും. അപ്പോൾ മീനൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇനി ഒരു വലയിട്ട് മൂടണം ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിത് ആ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തപ്പോൾ 2 കുഞ്ഞുങ്ങളും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ തിരിച്ച് വിടണം. അപ്പോൾ നമുക്ക് വലയിൽ പിടിച്ച് വിടാം. നമുക്ക് വല ഇവിടെ ഉണ്ട്. വല എടുത്തിട്ട് പിടിച്ച് തിരിച്ച് വിടണം. പിന്നെ ചിലപ്പോൾ ഫംഗസിന് ഈ മീനുകൾക്കും കയറാൻ ചാൻസ് ഉണ്ട്. ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ വരുന്നില്ല. ഫ്രണ്ട്സ്, 2നെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു വിടാം. ഇത് മൊത്തം മുക്കണം, അപ്പോഴേ അങ്ങ് പോകും. അപ്പോൾ ഗപ്പിയെല്ലാം പോയി ശേഷം വല ഇവിടെ വച്ചിട്ട് ഈ വല നമുക്ക് വേണം. വല ഇവിടെ വയ്ക്കണം. അപ്പോൾ മീൻ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മീനൊക്കെ അനങ്ങുന്നുണ്ട്, ടെയിലും മൂവ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ വയറിൻ്റെ മേളിലുള്ള ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മൂവായി അത് നീങ്ങുന്നുണ്ട്. അതിൻ്റെ ഫിന്നൊക്കെ ഇട്ട് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റേത് വയറിൻ്റെ അടിഭാഗം കീറിയിട്ടുണ്ട്. ഒരു കീറലും വിള്ളലും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അത് എന്താണ് കാരണമെന്നറിയാൻ വേണ്ടി നമുക്കിനി പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ റീസൺ കണ്ടുപിടിക്കാൻ നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ആ ടാങ്കിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടിയത്. കൊക്ക് വന്ന് നിന്നിട്ടുണ്ട്. കൊക്ക് വന്ന് നിന്ന് നമ്മൾ അവിടെ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ അവിടെ നിന്നൊക്കെ കൊക്ക് വരും. അവിടെ നിന്നൊക്കെ വരും. നമുക്ക് അങ്ങോട്ടൊരു പശു വളർത്തുന്നൊരു ചെറിയ ഫാമുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കൊക്കുകൾ നിറയെ വരും. അപ്പോൾ നമ്മൾ ഈ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ടും കൊക്ക് വന്ന് എന്നെ കടിച്ചു. കൊക്ക് കൊത്തിയപ്പോൾ എൻ്റെ വയറിൻ്റെ അടിഭാഗം ചെറുതായിട്ട് കീറി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ പ്രശ്നം. അപ്പോൾ അത് എങ്ങനെയായാലും 2-3 ദിവസം കല്ലുപ്പ് വെള്ളത്തിൽ തന്നെ ജീവനോടെ കിടന്നാലേ അത് രക്ഷപ്പെടൂ. അപ്പോൾ അതിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മളിത് ഇട്ടിനെക്കാളും മൂവ് ആവുന്നുണ്ട്. ഫുഡ് എടുത്തിട്ട് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് കല്ലുപ്പൊക്കെ കുറച്ച് ഡൈജസ്റ്റ് അടുത്ത് ഇതിലേയും കൂടെ നമുക്ക് ചെയ്യണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇങ്ങനത്തെ വല എടുത്തിട്ട് മൂടി വയ്ക്കണം. പിന്നെ ചെറിയ വല ഒന്നും വെട്ടാൻ നിൽക്കണ്ട. ഇങ്ങനെ അത് വല തിരിച്ചിട്ട് ഇങ്ങനെ മേളിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മേളിൽ വല്ല കണത്തിന് തീറ്റയോ വല വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ വല തട്ടിയിടും. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ ഇരുന്ന് ശരിയാക്കണം. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, നമ്മൾ ഈ ഫ്ലക്സൊക്കെ എടുത്ത് ഇട്ടിരുന്നു. പിന്നെ ഇത് കല്ലുപ്പിട്ട് വെച്ചാൽ മതി. കല്ലുപ്പും കുറച്ച് തീറ്റയും ഇട്ട് വെച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഹീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതിട്ട് വെച്ചാലും
മീൻ രക്ഷപ്പെടും. അപ്പോൾ ഇപ്പം അതിന് സ്ട്രെസ് അടിക്കുന്നില്ല, അത് കിടന്ന് അനങ്ങുന്നൊക്കെ ഉണ്ട്, കൈയൊക്കെ വെച്ചാൽ വരുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ചുണ്ട്. അപ്പോൾ കല്ലുപ്പ് എന്ന് പറയുന്നത് കല്ലുപ്പിൽ ഇഷ്ടംപോലെ പ്രോട്ടീൻ എല്ലാം ഉണ്ട്, അതുകൊണ്ട് കല്ലുപ്പിൽ മീനൊക്കെ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ വീഡിയോസിന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എത്ര പേര് കണ്ടാലും ആരും ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.